എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഹൈദരാബാദി ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴറ്റി കഷ്ടപ്പെടുകയൊന്നും വേണ്ട, വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 15 കാഷ്യൂ നട്ട്സും 15 ബദാമും 1/2 കപ്പ് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്തതാണ്. ഗ്രീക്ക് യോഗട്ട് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള പീസുകളാണ്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു ചെറിയ കൂടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അരിയൊന്നും ഇല്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള നെയ്യും എണ്ണയും കൂടെ ഉള്ള ഒരു മിക്സിൽ വറുത്ത് കോരിയതാണ്. ഒരുപാട് കരിഞ്ഞു പോയത് വറക്കുമ്പം ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരിയതാണ്. അപ്പോൾ ഇതാണ് ഈ കറിക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് കീറിയത്, ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമുക്കിനി കറിയായി വരുമ്പോൾ നോക്കാം. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത ആ ഒരു എണ്ണ കുറച്ച് മാറ്റിയതിന് ശേഷം ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തീ മീഡിയം ലോ ഫ്ലെയിമിലാണ് ആദ്യം വെക്കേണ്ടത്. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും അടച്ചു വെച്ച് ചിക്കൻ വേവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചിക്കനിൽ നിന്നും വെള്ളവും എണ്ണയും എല്ലാം കൂടി ഇറങ്ങി വരും. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഫാറ്റ് ഇല്ലാത്ത ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഉള്ളി വറുത്ത് കോരുന്ന ഒരു വഴറ്റൽ മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് നമ്മൾ ബാച്ചസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്